ഒരു ദിവസം കൊണ്ട് 16 ലക്ഷം രൂപ സമ്പാദിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കേൾക്കുമ്പോൾ വലിയ ആവേശമായിട്ട് തോന്നും. പക്ഷേ ഈ പണം നേടണമെങ്കിൽ നിങ്ങൾ കടന്നു പോകേണ്ടത് മരണത്തിന് തുല്യമായ ഒരു നരകത്തിലൂടെയാണ്. ലോകത്തിലെ ഏറ്റവും വിവാദപരമായ ഹൊറർ ഹൗസ് മെക്കമി മാനർ. ഇത് സിനിമാ കഥയല്ല. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് സെറ്റുകളോ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളോ അല്ല, മറിച്ച് യഥാർത്ഥ ശാരീരിക പീഡനങ്ങളാണ്. ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരാൾക്ക് പോലും ഈ പണം സ്വന്തമാക്കാനായിട്ടില്ല. എന്തുകൊണ്ടാണ് ആർക്കും ഈ ചലഞ്ച് പൂർത്തിയാക്കാൻ കഴിയാത്തത്? എന്താണ് ആ 40 പേജുള്ള കരാറിലെ രഹസ്യങ്ങൾ? നമുക്ക് നോക്കാം. ഈ കഥ തുടങ്ങുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. റസ് മെക്കമി എന്ന മുൻ നേവി ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രം. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെറുമൊരു വിനോദത്തിനായി തുടങ്ങിയ ഈ ഹൊറർ ഹൗസ് കാലക്രമേണ ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ഒരു അനുഭവമായി മാറി. റസ് മെക്കമയുടെ ലക്ഷ്യം പ്രേതങ്ങളെ കാണിച്ച് പേടിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയത്തെ പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് കാലിഫോർണിയയിൽ നിന്ന് ടെന്നസിയിലേക്ക് ഇത് മാറിയപ്പോൾ അതിന്റെ തീവ്രത 100 ഇരട്ടിയായി വർദ്ധിച്ചു. മറ്റൊരു ബിസിനസ് പോലെ ഇതിന് ലക്ഷങ്ങൾ ഫീസൊന്നുമില്ല. ഇതിന്റെ പ്രവേശന ഫീസായിട്ട് ഒരു ബാഗ് നിറയെ ഡോഗ് ഫുഡ് മാത്രമാണ് നമ്മൾ നൽകേണ്ടത്. റസ് മെക്കമയുടെ വളർത്തുനായ്കൾക്ക് വേണ്ടിയാണത്. പക്ഷേ ഈ ചെറിയ ഫീസിനപ്പുറം നിങ്ങൾ നൽകേണ്ടി വരുന്നത് നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ മാനസിക ആരോഗ്യമാണ്. അകത്തേക്ക് കയറുന്നതിന് മുൻപ് നിങ്ങൾ 40 പേജുള്ള ഒരു സമ്മതപത്രത്തിൽ ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതൊക്കെയാണ്: നിങ്ങളുടെ നഖങ്ങൾ പിഴുതെടുത്തേക്കാം, പല്ലുകൾ ഇളക്കിയേക്കാം, നിങ്ങളെ മാരകമായി മുറിപ്പെടുത്താം. നിങ്ങൾക്ക് സ്ട്രോക്കോ ഹൃദയാഘാതമോ വന്നാൽ അവർ ഉത്തരവാദികളല്ല. ഏറ്റവും ഭീകരം, അവിടെ സേഫ് വേർഡില്ല എന്നുള്ളതാണ്. നിങ്ങൾ മതിയെന്ന് പറഞ്ഞാൽ പോലും അവർ നിർത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മെക്കമി മാനറിനെ കുറിച്ച് പുറം ലോകം ശരിക്കും അറിഞ്ഞത് ആമി മില്ലിഗൻ എന്ന പെൺകുട്ടിയിലൂടെയാണ്. അവൾ ആ 16 ലക്ഷം രൂപ ലക്ഷ്യമിട്ടാണ് അവിടെ എത്തിയത്. പക്ഷെ 6 മണിക്കൂർ മാത്രമാണ് അവൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത്. ആമി പിന്നീട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അവളെ കൈകാലുകൾ കെട്ടി വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി. ശ്വാസം മുട്ടി മരിക്കാറായപ്പോൾ പോലും അവർ അവളെ പുറത്തെടുത്തില്ല. എനിക്ക് ശ്വാസം മുട്ടുന്നു, എന്നെ തുറന്നുവിട് എന്ന് കരഞ്ഞിട്ട് പോലും അവർ അവളെ നോക്കി ക്രൂരമായി ചിരിക്കുകയായിരുന്നു. അവളുടെ മുടി അവർ ബലം പ്രയോഗിച്ചു മുറിച്ചു. ശരീരം മാസകലം മർദ്ദനമേറ്റ് നീലിച്ച പാടുകളുമായാണ് അവർ പുറത്തു വന്നത്. അവൾ പറഞ്ഞത് ഒന്നേയുള്ളൂ: ഇതൊരു വിനോദമല്ല, ഒരു ടോർച്ചർ റൂമാണെന്നാണ്. ആയിരക്കണക്കിന് പരാതികൾ പോലീസിനും സർക്കാരിനും ലഭിച്ചിട്ടും മെക്കമി മാനർ ഇന്നും പ്രവർത്തിക്കുന്നു. അതിന്റെ കാരണം റസ് മെക്കമിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു 40 പേജുള്ള കരാറാണ്. പങ്കെടുക്കുന്നവർ സ്വയം ഒപ്പിട്ട് നൽകുന്നതിനാൽ നിയമപരമായി അവരെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരു രഹസ്യം കൂടി റാസ് പറയുന്നുണ്ട്: ഇതുവരെ ആരും തന്നെ ആ ഒരു ചലഞ്ച് പൂർത്തിയാക്കിയിട്ടില്ല. ഇടയ്ക്ക് വെച്ച് എല്ലാവരും മാനസികമായി തകർന്നു വീഴും. 10 മണിക്കൂർ തികച്ചാൽ മാത്രമേ ആ 16 ലക്ഷം രൂപ ലഭിക്കൂ. പണം നൽകേണ്ടി വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അയാൾ ഇത്രയും വലിയ തുക വാഗ്ദാനം ചെയ്യുന്നത്. മെക്കമി മാനർ വെറുമൊരു സ്ഥലമല്ല, അത് മനുഷ്യന്റെ ഉള്ളിലെ ക്രൂരതയുടെ മുഖമാണ്. റസ് മെക്കമി എന്ന മനുഷ്യൻ ഒരു സൈക്കോപാത്ത് മാസ്റ്റർ മൈൻഡ് ആണെന്ന് പലരും വിശ്വസിക്കുന്നു. ആ 16 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ജീവിതം പണയം വെക്കുമോ? അതല്ല ആമിയെ പോലെ നിങ്ങളുടെ ഉള്ളിലും ഒരു ധൈര്യശാലി ഉണ്ടോ? അതോ ഇത്തരം സ്ഥലങ്ങൾ നിരോധിക്കപ്പെടണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കണ്ട.